ഹലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും mtnproന്റെ പുതിയ വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. നമ്മുടെ മൂവി ഹാക്സിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 3-4 വീക്സ് ആയിട്ടുണ്ട്. ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യേണ്ട അതിൻ്റെ ചെറിയ തിരക്ക് പെട്ടു പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. സോ ഗൈസ്, മൂവി ഹാക്സ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട്, മൂവി ഹാക്സ് എന്ന് വെച്ചാൽ നമ്മൾ മൂവീസിൽ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ കാണുന്ന ഹീറോസ് അല്ലെങ്കിൽ വില്ലൻസിനൊക്കെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വെപ്പൺസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൂളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ അസാസിൻ ക്രീഡ് എന്ന ഗെയിമിൽ ഒരു ഹിഡൻ വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറൻസിക് എന്ന മൂവീസിലൊക്കെ കാണുന്ന ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെയിംസ് ബോണ്ട് മൂവീസിലെ ഒരു കൂളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജെയിംസ് ബോണ്ട് മൂവീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ജെയിംസ് ബോണ്ട് യൂസ് ചെയ്യുന്ന കാറുകളൊക്കെ. അതിലൊരു ഫീച്ചർ ഉണ്ട്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ പ്ലേറ്റ്. സോ ഈ ഒരു നമ്പർ പ്ലേറ്റാണ് നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു റഫ് സ്കെച്ചാണിത്. നമ്മൾ 2 ഡിസൈൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 100% വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ നമ്പർ പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാർഡ്ബോർഡിൻ്റെ പീസല്ല, ഇപ്പോൾ കാണുന്ന ഫ്ലൈവുഡിൻ്റെ ഒരു ചെറിയ പീസാണ്. ഈ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പീസ് എടുത്തിട്ടുള്ളത്. ഈ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ നമ്പർ പ്ലേറ്റ് വന്ന് റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കറങ്ങണം അല്ലേ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു റൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു കറക്കമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ, ജസ്റ്റ് നമ്മളൊരു മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു റൊട്ടേഷൻ കിട്ടത്തില്ല. ഞാനിവിടെ യൂസ് ചെയ്യണ എൻ്റെ ബൈക്കിലാട്ടോ ഇത് ഫിറ്റ് ചെയ്യണത്. ഇപ്പോൾ ബൈക്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൈക്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മോട്ടർ വെച്ചുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ കൊണ്ട് പ്രയോജനമില്ല. അതിന് പകരം വേറൊരു മോഷന് കൂടെ ഇതിൻ്റെ ഒപ്പം വേണം. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന രീതി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് റൊട്ടേഷൻ കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് പുറകിലോട്ട് പോവാണ്. സോ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാം, നേരെ മുന്നോട്ട് വരുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, നേരെ തിരിച്ച് പുറകിലോട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഇതുപോലത്തെ കട്ടിയുള്ള എന്നാൽ തന്നെ തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇത് വലിയൊരു ഷീറ്റാണ്, നമുക്ക് സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നൊരു ഷീറ്റാണ്. നമ്മൾ നമ്പർ പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഈ നമ്പർ പ്ലേറ്റ് പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഡയമെൻഷൻസൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബൈക്കിൻ്റെ ഒറിജിനൽ നമ്പർ പ്ലേറ്റിൻ്റെ അതേ സെയിം അളവിലാണ് നമ്മൾ ഈ കാർഡ്ബോർഡിലെ നമ്പർ പ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിമിനുള്ള ഒരു ഡയമെൻഷൻസൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ പീസസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ പീസസും ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടാണ് എല്ലാ പീസസും ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് 2 സൈഡിലും ഓരോ ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിൽ നമ്മൾ ചെറിയൊരു കമ്പിയുടെ കഷ്ണം വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ പീസിൻ്റെ സഹായത്തിലായിരിക്കും നമ്മുടെ നമ്പർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഫെവിക്വിക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ്. ഇതിലാണ് നല്ല ടോർക്കുള്ള ചെറിയ സൈസുള്ള മോട്ടർ കിട്ടാമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മോട്ടർ കണക്ട് ചെയ്യാം.
ഇനി നമുക്ക് വേണ്ടത് ഒരു ബേസ് പീസാണ്. ഈ പീസിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുന്നോട്ട് വരാനും പുറകോട്ട് വരാൻ വേണ്ടിയിട്ടും സഹായിക്കണം. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം ഇതുപോലത്തെ 2 പീസസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യണ പീസിലോട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മളൊരു കമ്പി യൂസ് ചെയ്തുകൊണ്ടാണ് ഫിക്സ് ചെയ്യണത്, മറ്റേ സൈഡ് നമ്മുടെ ബേസ് പ്ലേറ്റുമായി നിൽക്കുന്ന സൈഡ് ഗ്ലൂ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗായ്സ്, നമ്മൾ വർക്ക് ഇവിടെ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മോശം വരുന്നതൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗായ്സ്, നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനൊരു സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മോട്ടർ 12 വോൾട്ടിൻ്റെ മോട്ടറാണ്. അതുകൊണ്ട് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇനി ലോഡ് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മൾ വിചാരിച്ച അത്ര സക്സസ്ഫുൾ ആയില്ല. ചെറിയ മിസ്റ്റേക്സൊക്കെ പറ്റിപ്പോയി. ഞാൻ യൂസ് ചെയ്ത മോട്ടറിന് കുറച്ച് ടോർക്ക് കുറവായിരുന്നു. കുറച്ചുകൂടെ നല്ല ടോർക്കുള്ള മോട്ടറാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഗായ്സ്, നിങ്ങൾ ഈ പ്രോജക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈസ് കുറവുള്ള എന്നാൽ നല്ല ടോർക്കുള്ളൊരു മോട്ടർ യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. ഞാൻ വേറെ പല ഡിസൈൻസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിന് പവർ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മോട്ടറിൻ്റെ ടീത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വേറെ ട്രയലൊന്നും എനിക്ക് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ്, വ്യൂസ്, അതുപോലെ തന്നെ കമൻറ്റ്സ് എന്ത് തന്നെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ.